പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഇന്ന് വ്യാഴാഴ്ച നിങ്ങൾ ഇത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. 41 ദിവസത്തെ പ്രയറാണത്. ഇത് കേൾക്കുക. ഒപ്പം 33 വിശ്വാസ പ്രമാണം ചെല്ലാൻ പറയുക അവരോട്. അത് കഴിഞ്ഞിട്ട് അവരോട് പ്രാർത്ഥിക്കാൻ പറയുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നിലുള്ള സകല വസ്തുക്കളുടെ മേൽ നിലനിർത്തി തരുന്നതിനോർത്ത് ഞാൻ നന്ദി പറയുന്നു. ഇതും 31 വിശ്വാസ പ്രമാണം ചെല്ലാൻ പറയുക. ഇത് കേൾക്കുകയും ചെയ്യുക. 31 വിശ്വാസ പ്രമാണം അവരോട് ചെല്ലാൻ പറയുക. ഞാൻ പറഞ്ഞ പ്രാർത്ഥനയും നിങ്ങൾ ഒരു കുറച്ച് നേരം, അതായത് ഒരു 10 മിനിറ്റ് നേരെങ്കിലും ഒന്ന് ധ്യാനിച്ച് ഞാൻ ഈ പറഞ്ഞ പ്രാർത്ഥന ഇപ്പോൾ ഇത് നിങ്ങൾ ചെല്ലുക. പിന്നെ 31 വിശ്വാസ പ്രമാണം ചെല്ലുക. പിന്നെ ഈ നിയോഗ പ്രാർത്ഥനകൾ എല്ലാ ദിവസവും കേൾക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളുണ്ടാവും. സാധിക്കുമെങ്കിൽ 5 നിയോഗങ്ങൾ, ഏതെങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് നല്ലൊരു അത്യാവശ്യമായ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിയോഗങ്ങൾ സമർപ്പിക്കുക. ദൈവം അത് നടത്തി തരും കേട്ടോ. മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് അവിടെ ദൈവം നിങ്ങളോടും നമ്മളോട് പറഞ്ഞിരിക്കുക എന്താണ്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ എന്നെ കണ്ടെത്താൻ പറ്റും. ആരെ? ദൈവത്തെ കണ്ടെത്താൻ പറ്റും. സ്നേഹത്തിലാണ് ഇരിക്കുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ദൈവത്തിനോടുള്ള നമ്മളുടെ ആ സ്നേഹത്തിലും നമ്മൾ മറ്റുള്ളവരോട് ദൈവ സാന്നിധ്യം കാണിക്കുമ്പോൾ, ദൈവപ്രവൃത്തി കാണിക്കുമ്പോൾ, ദൈവ സ്വഭാവം കാണിക്കുമ്പോൾ, ദൈവ ചിന്തകൾ ചിന്തിക്കുമ്പോൾ, യെസ്, അതാണല്ലോ മത്തായി 18:20 2-3 പേരുടെ നാമത്തിൽ നിങ്ങൾ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട്. മക്കളെ, ദിവസങ്ങൾ കടന്നു പോകുന്നു, സമയങ്ങൾ കടന്നു പോകുന്നു, മാസങ്ങൾ കടന്നു പോകുന്നു, വർഷങ്ങൾ കടന്നു പോകുന്നു. ഇനി എത്ര ദിവസം ഇനി നമുക്ക് ഓരോരുത്തർക്കും ബാലൻസ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പറ്റുമോ? ഇപ്പം തന്നെ എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു? ഇപ്പം തന്നെ എത്ര ദിവസങ്ങൾ കഴിഞ്ഞു? ഇപ്പോൾ തന്നെ എത്ര ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു? ജീവിതം ചെറുതാണ്. മരണം എന്നുള്ളതൊരു യാഥാർത്ഥികമാണ്, ഉറപ്പാണ്. നിത്യജീവൻ വളരെ വലുതാണ്. നമുക്ക് ഒന്ന് എങ്ങനെ വിശുദ്ധരാകാൻ പറ്റും നമുക്ക് നോക്കാം. എങ്ങനെ നമുക്ക് വിശുദ്ധരാക്കാൻ പറ്റും, നമുക്കാവാൻ പറ്റും നോക്കാം. നമ്മളുടെ പാവങ്ങളോർത്ത് അനുദപിച്ച് കഴിയുമ്പോൾ, മാപ്പ് ചോദിക്കുമ്പോൾ, കരഞ്ഞ കണ്ണീരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എളിമപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തെ നേടാൻ പറ്റും. മക്കളെ, നമ്മളുടെ എല്ലാവരിലുള്ള ഒരു തിന്മയാണ്. ഒന്നുമല്ല, നമ്മൾ ആരും ഒന്നും അല്ലാതിരിക്കുമ്പോൾ നമ്മളിലുള്ള ചിന്ത ഞാൻ എന്തോ ആണെന്നുള്ളൊരു ചിന്ത. നമ്മളൊന്നുമല്ല. നമ്മളൊക്കെ കർത്താവ് നമ്മളോട് പറഞ്ഞില്ലേ, ഞാൻ ഈ ചെയ്തത് നേക്കാൾ വലുത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഞാൻ ഈ ചെയ്തത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ സാധിക്കില്ല. അത് സാധിക്കണമെങ്കിൽ നമ്മൾ എത്രമാത്രം വളരേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പത്രോസിനെയൊക്കെ തല കീഴ്ക്ക് യേശുവിനെ പോലെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കുരിശുമ തറയ്ക്കാൻ പറഞ്ഞാലും ഈശോയെ പോലെ ആവുമോ? ഇപ്പം നമ്മൾ ചെയ്താൽ ഈശോയെ പോലെ ആവുമോ? ഈശോ വഹിച്ചതും സഹിച്ചതും ക്ഷമിച്ചതും സ്നേഹിച്ചതും അല്ലേ? അതെല്ലാം ഈശോയുടെ ആ വിലാപ്പുറത്തേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ട ആ മുറിവുകളിലേക്ക് നമുക്കൊന്ന് സമർപ്പിക്കാം. എന്നിട്ട് ഈശോയുടെ തിരുത്തതാൽ കഴുകി ഒരു പൊന്നുമോളാക്കി മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, ഞങ്ങളുടെ കഷ്ടതകളിൽ നിന്ന്, ഞങ്ങളുടെ വേദനകളിൽ നിന്ന് കർത്താവേ ഞങ്ങളെ മാറ്റിമറിച്ച് ആത്മീയ വളർച്ച നൽകി കൃപയാൽ നിലനിൽപ്പിൻ്റെ വരത്താൽ ഞങ്ങൾ വളരുവാനും, അങ്ങനെ സൂര്യനേക്കായി തേജസ്സുള്ള അങ്ങയുടെ കൃപയാൽ ഞങ്ങൾക്ക് വളരുവാൻ അഭിഷേകം നൽകണമേ. ഞങ്ങളെ കൈപിടിച്ച് നടത്തണേ ഈശോയെ. ഞങ്ങളൊന്നുമല്ല കർത്താവേ, ഞങ്ങൾ എന്നും എത്തിയിട്ടില്ല കർത്താവേ. എന്നാൽ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഹിതം ഞങ്ങളിലൂടെ നടത്തുവാൻ സാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് പ്രഖ്യാപിക്കുന്നു, അത് ഞങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഈ മേഖല ഈശോയിൽ വളരുവാൻ, കൃപയാൽ വളരാൻ മക്കളെ, ബഥേൽ മാതാവിൻ്റെ ടീമിനെ
മാതാവിൻ്റെ ഒരു ധ്യാന ടീമാണ് ഞങ്ങളുടെ ടീം. 5-6 അച്ഛന്മാരുമുണ്ട്, നല്ല വിശുദ്ധരായ വൈദികരുണ്ട്, ടീം മെമ്പേഴ്സ് നല്ല മക്കളുണ്ട്. അതിനെ വളരാൻ ഉയർത്താനും വേണ്ടി പ്രാർത്ഥിക്കണേ. ഭാവിയായ എൻ്റെ പേര് ജോസ് തോമസ് എന്നാണ്, നിങ്ങൾക്കറിയാലോ. ബ്രദർ ജോസ് തോമസിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഈ 14-ാം തീയതിയാണ് താമസമുള്ള ധ്യാനം. ആ ധ്യാന വിജയത്തിന് വേണ്ടി മക്കളെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഈ ധ്യാന കേന്ദ്രത്തിന്, ബഥേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിന് അനുഗ്രഹിക്കണമേ, ഉയർത്തണമേ, ദൈവിക സംരക്ഷണം നൽകണമേ, ധ്യാന കേന്ദ്രത്തിന് ആവശ്യമായ എല്ലാം നൽകണമേ, വരാമോണ ധ്യാനങ്ങളെ ഉണർത്തണമേ, വളർത്തണമേ, ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഒരു കുറച്ച് ദിവസം അടുപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. യെസ്, അവിടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. യെസ്, എന്താ കാരണം? അത് ദേവാലയമാണ്, അത് ദൈവം വസിക്കുന്ന ഇടമാണ്. ദൈവമക്കൾ ശുശ്രൂഷ ചെയ്യുന്നവർ അത് കർത്താവിൻ്റെ മക്കളാണ്. ദൈവം തിരഞ്ഞെടുക്കാതെ ഇത് നിനക്ക് കേൾക്കാൻ പറ്റൂല. ദൈവം തിരഞ്ഞെടുക്കാതെ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റൂല. ദൈവം തിരഞ്ഞെടുക്കാതെ വോയിസ് മെസ്സേജെങ്കിലും ഇതിലൂടെ നിനക്ക് പറയാതിരിക്കാൻ പറ്റൂല. പറയുന്നെങ്കിൽ ദൈവാത്മാവ് നയിക്കുന്നതാ. ഇത് സബ്സ്ക്രൈബ് ചെയ്യും മക്കളെ, നിങ്ങളിത് കേൾക്കും മക്കളെ, എന്നിട്ട് ഇതുപോലെ പ്രാർത്ഥിക്കും മക്കളെ എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ളവർക്ക് പറ്റുള്ളൂ. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ച് കിട്ടണമെന്നില്ല. നിങ്ങളൊരു കുറച്ച് പേർക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് അയച്ചു കൊടുത്തേ. എന്നിട്ട് അവരൊരു കുറച്ച് ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ഇതാണ് ദൈവരാജ്യം പടർത്തണത്, ദൈവരാജ്യം വളരണത്. എൻ്റെ ഈശോയേ, ഈ നിമിഷം നിന്റെ മക്കളോട് സംസാരിക്കാനുള്ള അനുഗ്രഹം, ഈ സംസാരിക്കാനുള്ള ഊർജം, ഈ സംസാരിക്കാനുള്ള സമയം, ഈ സംസാരിക്കാനുള്ള പ്രേരണ, എൻ്റെ നാവിനെ, എൻ്റെ ചിന്തകളെ നിന്റെ മക്കൾക്ക് വേണ്ടി എന്നിലൂടെ നീ നയിച്ചതിനോട് നീ നന്ദി പറയുന്നു കർത്താവെ. കൂടാനും കൂടി നന്ദി പറഞ്ഞാലും കർത്താവെ മതിയാവില്ല കർത്താവെ, ഒപ്പം വയ്ക്കാൻ പറ്റില്ല കർത്താവെ, തുല്യം ചെയ്യാൻ സാധ്യമല്ല കർത്താവെ. ഏറ്റെടുക്കണേ കർത്താവെ. ദൈവമേ, ഞങ്ങൾക്ക് ഒന്നും വേണ്ട, നിന്റെ സ്നേഹം മാത്രം മതി കർത്താവെ. അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം മാത്രം മതി കർത്താവെ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് വഴി നടത്തുന്നതിനോർത്ത്, നയിക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഈ 43 ദിവസം നിയോഗ പ്രാർത്ഥന നിങ്ങൾ സമർപ്പിച്ച് ഇത് കേൾക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ബഥേൽ മാതാവിൻ്റെ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നിന്റെ മേൽ അത്ഭുതം നടത്താതിരിക്കാൻ സാധിക്കുമോ? ഈശോ കണ്ണുകൾ ഉയർത്തി നിന്നെ ഒന്ന് നോക്കാതിരിക്കാൻ സാധിക്കുമോ? നിന്റെ വേദനകളിലേക്ക് നോക്കാതിരിക്കാൻ സാധിക്കുമോ? നിന്റെ പരീക്ഷകളിൽ, നിന്റെ ജീവിത പരീക്ഷ, നീ പേടിക്കുന്ന ആ പരീക്ഷയിലെ ഈ സർട്ടിഫിക്കറ്റ് നടക്കുമോ? ഇനി വേറെ ഞാൻ പാസ്സാക്കി സർട്ടിഫിക്കറ്റ് വേറെ ഉണ്ടാക്കണമോ? യെസ്, ആകുലതയാണത്. ജീവിതത്തിലെ പരീക്ഷയായാലും, പ്രാർത്ഥന ജീവിതത്തിലെ പരീക്ഷയായാലും, കുടുംബത്തിലെ പരീക്ഷകളായിരുന്നാലും അവിടെ വിജയിപ്പിക്കുന്ന ദൈവമുണ്ട്. തിരുരക്തത്തിൻ്റെ സംരക്ഷണം കിട്ടാൻ വേണ്ടി എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കുക. നമുക്കൊന്ന് പാടാം മക്കളെ, നീ ചേർന്ന് പാടുക. ഈശോയുടെ തിരുരക്തമേ ഞങ്ങളെ കാത്ത് കൊള്ളേണമേ. ആത്മീയമായിട്ട് വളരട്ടെ, തൊഴിൽ സമൃദ്ധിയായ അനുഗ്രഹം ചൊരിയട്ടെ. പ്രാർത്ഥിക്കുക മക്കളെ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാവട്ടെ. മുടങ്ങാതെ ബഥേൽ മാതാവിൻ്റെ ധ്യാനത്തിന് താമസമുള്ളതിന് മാത്രമല്ല, വൺ ഡേ ധ്യാനങ്ങൾക്ക് വരുവാൻ, അഖണ്ഡ ജപമാലകൾക്ക് വരുവാൻ, എല്ലാ തിങ്കളാഴ്ചയും അഖണ്ഡ ജപമാലയ്ക്ക് വരുവാൻ അനുഗ്രഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ, ഇവരുടെ വേദന മാറ്റണമേ, രോഗങ്ങൾ മാറ്റണമേ, ഇവരെ തൊഴിൽ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. കുടുംബ സമാധാനം ഉണ്ടാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തും തമ്പുരാന്റെ ബേസ്മേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.